Alhamdulillahi Rabbil Alameen. Nahmaduhu wa nasta'inuhu wa nastahdihi wa nastarshiduhu wa nu'minu bihi wa natawakkalu alayhi. Wa na'udhu billahi ta'ala min shururi anfusina wa min sayyi'ati a'malina. Man yahdihillahu fala mudilla lahu wa man yudlilhu falan tajida lahu waliyyan murshida. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا وأسوتنا وحبيبنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن أصدق الحديث كلام الله وأصدق الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. عباد الله وإماء الله، أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين إذا أنفقوا لم يسرفوا ولم يقتروا وكان بين ذلك قواما. صدق الله مولانا العلي العظيم. സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, രഹസ്യവും പരസ്യവുമായ ജീവിതത്തിൻ്റെ സർവ്വമേഖലകളെയും അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് തഖ്വയോടുകൂടി ജീവിതം നയിച്ച് ക്രമീകരിക്കണമെന്ന് അതർഹിക്കുന്ന ഗൗരവത്തിലും കണിശതയിലും എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പടച്ചതമ്പുരാൻ അവൻ്റെ സ്വാലിഹുകളായ സച്ചരിതരായ അടിയാറുകളുടെ കൂട്ടത്തിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസിയുടെ സാമ്പത്തിക ജീവിതത്തെക്കുറിച്ചാണ് കഴിഞ്ഞ 2 ഖുതുബകളിലായി ചില ആമുഖ വർത്തമാനങ്ങൾ നമ്മൾ പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് ഇതൊരു പഠന സീരീസായി നമ്മൾ മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ ഇസ്ലാമികമായ ആ വിഷയത്തിലുള്ള ഓരോ നിയമങ്ങളും അത്യാവശ്യം ഒരു വിശദീകരണത്തോടു കൂടി തന്നെ തുടർന്നുള്ള ഖുതുബകളിലും പറയണം എന്നാണ് നമ്മൾ കരുതുന്നത്. ആമുഖത്തിൽ കൂട്ടിച്ചേർക്കാനുള്ള ചില കാര്യങ്ങൾ ഇന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ് വരുന്ന ആഴ്ച മുതൽ ആ വിഷയത്തിലേക്ക് കടക്കാൻ ഉദ്ദേശിക്കുന്നത്. എപ്രകാരമാണ് ഹലാലും ഹറാമും സ്വന്തം സമ്പാദ്യത്തെ സംബന്ധിച്ച ഒരാൾക്ക് അത് കൂടിക്കലർന്നതല്ല, ഹലാലും ഹറാമും കൂടിക്കലർന്നൊരു സ്വത്ത് എൻ്റെ കയ്യിലില്ല എന്നുറപ്പിക്കൽ ഒരാളുടെ ആരാധനാകർമ്മങ്ങളെക്കാൾ എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് എന്ന് കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ പറയുകയുണ്ടായി. അള്ളാഹുവിനോട് വന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരാൾ, ഒരുപാട് ദൂരം ഒരുപാട് കാലം സഞ്ചരിച്ചുകൊണ്ട് പള്ളിയിലേക്ക് വരുന്ന ഒരാൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെക്കുറിച്ച് പറയുന്നു, ഫമത്അമുഹു ഹറാം, അയാളുടെ ഭക്ഷണം ഹറാമാണ്. വമശ്റബുഹു ഹറാം, അയാളുടെ വെള്ളം ഹറാമാണ്.
ഫഅന്നാ യുസ്തജാബ് വമൽബസുഹു ഹറാം, അയാളുടെ വസ്ത്രം ഹറാമാണ്. ഹറാമിൽ കുളിച്ചുകൊണ്ടുള്ള ഒരു ബോഡിയിൽ തന്നെയാണ് അയാളുള്ളത്. അയാളുടെ ശരീരം തന്നെ ഹറാമിനെ പ്രതിനിധീകരിക്കുന്നൊരു ശരീരം. എന്നിട്ട് അള്ളാഹുവിനോട് വന്ന ഒരാൾ ഇരക്കുന്നതിലും അള്ളാഹുവിന് മുമ്പിൽ വിനയാന്യുതനായി ഭവിക്കുന്നതിലും പോലും ഫഅന്നാ യുസ്തജാബ്, എങ്ങനെയാണ് അയാൾക്ക് ഉത്തരം ലഭിക്കുക എന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്ക് നമ്മൾ പറഞ്ഞത്, 1,00,000 ദീനാർ നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിനേക്കാൾ അള്ളാഹുവിന് പ്രിയങ്കരം ഒരു ലൻക്ക് പോലും. ഒരു ലൻക്ക് എന്ന് പറഞ്ഞാൽ ഒരു ദിർഹമിൻ്റെ 1/4. നമ്മുടെ നാട്ടിൽ വേണമെങ്കിൽ അതിനെ ഒരു 25 പൈസ എന്നൊക്കെ പറയാം. 1 രൂപയുടെ 1/4. 1 രൂപയുടെ 1/4 പോലും നിങ്ങളുടെ സമ്പത്തിൽ ഹറാമില്ല എന്ന് ഉറപ്പ് വരുത്തുന്നതിലാണ് അള്ളാഹു നിങ്ങളെ എപ്രകാരം ഇഷ്ടപ്പെടുന്നു, അതല്ലെങ്കിൽ അള്ളാഹുവിന് പ്രിയങ്കരനാകുന്നു എന്ന് തീരുമാനിക്കപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹൃദയം മലിനമാകുന്നതിനെ കുറിച്ച് പറഞ്ഞിരുന്നു. മനുഷ്യരുടെ എല്ലാ വിചാരങ്ങളും ഒരു പരിധിവരെ സമ്പത്തുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. പലരും സമ്പന്നരായതിൻ്റെ ആധിക്യത്തിലും മത്സരത്തിലും പൊങ്ങച്ചത്തിലും നടക്കുമ്പോൾ മറ്റ് ചിലരും സമ്പന്നരാകാത്തതിൻ്റെ വിഷമത്തിലാണ്. ഖാറൂനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഖസസിൽ പറഞ്ഞപ്പോൾ അതാണ് പറഞ്ഞത്. അവർ പറഞ്ഞത് യാ ലൈതലനാ മിസ്ലമ ഊത്തിയ ഖാറൂൻ എന്നാണ്. ഖാറൂന് നൽകപ്പെട്ടതുപോലെ ഞങ്ങൾക്ക് നൽകപ്പെട്ടിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്നാണ്. പക്ഷെ അവരിൽ വിവരമുള്ള ആളുകൾ പറഞ്ഞു, ഖാലല്ലദീന ഊത്തുൽ ഇൽമ നൽകപ്പെട്ട ആളുകൾ പറഞ്ഞത് വൈലക്കും, നിങ്ങൾ എന്താണ് ഭാവിച്ചിരിക്കുന്നത്? നിങ്ങൾക്ക് ഈ ദുനിയാവിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ എനിക്ക് അമ്പരപ്പുണ്ട്. സവാബുല്ലാഹി ഖൈറുൽ, അള്ളാഹുവിൻ്റെ പ്രതിഫലമാണ് യഥാർത്ഥത്തിൽ ഏറ്റവും വലുത്. അത് സമ്പത്തുണ്ടായാലും ഇല്ലെങ്കിലും. ഒരാളുടെ സമ്പന്നതയും ദാരിദ്ര്യവും ഒക്കെ അള്ളാഹു വിതരണം ചെയ്യുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുന്നു, നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും, ഈ ലോകത്ത് അള്ളാഹുവാണ് മഈശത്തുകളെ വിഭജനം ചെയ്തത്, മനുഷ്യർക്കിടയിൽ വിതരണം ചെയ്തത്. ഒരാൾ പണക്കാരനാകുന്നതിനും ഒരാൾ ആവശ്യക്കാരനാകുന്നതിനും ഒക്കെയുള്ള ഒരു മെക്കാനിസം ഈ ദുനിയാവിലുണ്ടാക്കിയത് പടച്ചോനാണ്. അതുകൊണ്ട് അത് വെച്ചുകൊണ്ട് മനുഷ്യരിൽ ചിലർ ഖാറൂനുകളായി തുടരുകയും മറ്റു ചിലർ ഞങ്ങൾക്ക് ഖാറൂനാകാൻ പറ്റിയില്ലല്ലോ എന്ന വിഷമത്തിൽ തുടരുകയും ചെയ്യുന്നത് വല്ലാത്ത ഒരു വിരോധാഭാസമായിട്ടാണ് വിശുദ്ധ ഖുർആൻ നമ്മളോട് പരിചയപ്പെടുത്തുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ഇമാം അഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്നുണ്ട്, ഹൃദയങ്ങളുടെ ലോലത എന്നുള്ളത് നഷ്ടപ്പെടുന്നതിനും ആ ലോലത നഷ്ടപ്പെട്ടാൽ അതിനെ തിരിച്ചു പിടിക്കുന്നതിനുമായി ബന്ധപ്പെട്ട ചില ഹൃദയങ്ങൾ കടുത്തുപോയിരിക്കും. അവർക്ക് ജീവിതത്തെക്കുറിച്ച് അള്ളാഹിനെക്കുറിച്ച് തന്നെയുള്ള പ്രതീക്ഷ ചില മനുഷ്യർക്ക് നഷ്ടപ്പെടും. ഞാൻ എന്തിനാണ് ഇനി നിസ്കരിച്ചിട്ട് കാര്യം, ഞാൻ എന്തിനാണ് കുറേ നോമ്പെടുത്തിട്ട് കാര്യം, ഞാൻ ഇനി തെറ്റിൽ തന്നെ ജീവിക്കാമെന്നൊരാൾ തീരുമാനിക്കുന്നത് അയാൾ പരിശോധിക്കേണ്ട ഒരു വിഷയം, അയാളുടെ മുമ്പിലുള്ള തടസ്സം സാമ്പത്തികമായ തടസ്സമാണ്. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അത് വിശദീകരിക്കുക, ബിമ തലീനുൽ ഖുലൂബ്, ഇങ്ങനെ അള്ളാഹിനെക്കുറിച്ചുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയ ഹൃദയങ്ങളുണ്ട്. എന്ത് ചെയ്താണ് അവർ നിസ്കരിച്ചാലും ശരിയാവില്ല, നോമ്പെടുത്താലും ശരിയാവില്ല, പറയുമ്പോൾ ഇതൊക്കെ ചെയ്യുന്നുണ്ടാവും, കുറേ നല്ല കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടാവും. പക്ഷെ അതൊക്കെ കുറച്ച് നാൾ പോയാലും അതിൻ്റെ തുടർച്ചയൊന്നും അവർക്ക് സാധ്യമാവില്ല. അപ്പോൾ ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അതിനെക്കുറിച്ച് പറയാണ്, ഖാല ബി അക്ലിൽ ഹലാൽ, ഹൃദയങ്ങളെ നൈർമല്യമുള്ളതാക്കാനും നേർത്തതാക്കാനും ലോലമാക്കാനും അവർക്ക് ഒരേ ഒരു വഴിയേ ഉള്ളൂ, ഹലാൽ ഭുജിക്കുക, ഹലാൽ തിന്നുക, ഹലാലിലേക്ക് മടങ്ങുക എന്നുള്ളതല്ലാതെ ഹറാമിൽ വീണ്ടും കിടന്ന് ഉരുണ്ടുകൊണ്ട് ഹൃദയങ്ങളുടെ ലോലതയെ തിരിച്ചു പിടിക്കാൻ പറ്റില്ല. കാരണം ഇല്ലാമൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ആളുകളെക്കുറിച്ച് അള്ളാഹു പറയാണ്, നാളെ അള്ളാഹുവിന് മുമ്പിൽ രക്ഷപ്പെടുന്ന വിശ്വാസികളെക്കുറിച്ച് അള്ളാഹ് പറയാണ്, ഇല്ലാമൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം,
നല്ല ആരോഗ്യമുള്ള ഹൃദയവുമായി അള്ളാഹുവെ കണ്ടെത്തുന്നു. ആരോഗ്യമുള്ള ഹൃദയം എന്ന് പറഞ്ഞാൽ കൊളസ്ട്രോളിൻ്റെ പ്രശ്നമില്ലാത്തതോ അതല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ഭയക്കേണ്ടതോ ഇല്ലാത്തതോ ആയ ശാരീരിക അവസ്ഥയെക്കുറിച്ചല്ല, മറിച്ച് ഹൃദയാന്തരങ്ങളിൽ അള്ളാഹുവിനെ സംബന്ധിച്ച് നാളെ എനിക്കൊന്നും ബോധിപ്പിക്കേണ്ടതില്ല, അത്രമാത്രം സംശുദ്ധമാണ് എൻ്റെ ഇടപാടുകൾ, എൻ്റെ ഇടപെടലുകൾ, എൻ്റെ ഇടപഴകലുകൾ എന്നൊരാൾക്ക് ഓർമ്മയുണ്ടാകുന്നൊരവസ്ഥയാണ് എന്ന് ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുകയാണ്. അപ്പോൾ ഈ വിഷയത്തിൽ സലഫുകളുടെ സൂക്ഷ്മത, ഇപ്പോൾ ഇസ്ലാമികമായി നിയമങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇതൊക്കെ പറയാൻ കൊള്ളാം, ഇതൊക്കെ ജീവിതത്തോട് അടുക്കുമ്പോഴും ജീവിതത്തിൽ അത് പ്രയോഗമായിട്ട് വരുമ്പോഴും എത്ര സാധ്യമാകുന്ന. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്തിൽ ഒരു സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. അദ്ദേഹം ഒരു ഭക്ഷണം കഴിച്ചു. അദ്ദേഹത്തിൻ്റെ വേലക്കാരൻ അദ്ദേഹത്തിന് കൊണ്ടുവന്ന ഒരു തുഹ്ഫ, ഒരു ഹദിയ, ഒരു സമ്മാനപ്പൊതി, അതിൽ നിന്നുള്ള ഭക്ഷണം അദ്ദേഹം കഴിച്ചു. വേലക്കാരൻ സന്തോഷപൂർവ്വം കഴിച്ചതാണ്. അത് കഴിച്ചു കഴിഞ്ഞ് കുറച്ചു നേരത്തിന് ശേഷമാണ് അദ്ദേഹം ചോദിക്കുന്നത്, അല്ല നിനക്ക് ഇതിന് മാത്രം ഈ ഒരു ഭക്ഷണത്തെക്കുറിച്ച്, അപ്പോഴാണ് ചോദിക്കുന്നത് നിനക്ക് എവിടെ നിന്ന് കിട്ടിയത്, ഇന്നെന്താണ് പ്രത്യേക വിഭവം നീ കൊണ്ടുവരാനുള്ള കാരണം. അപ്പോൾ അദ്ദേഹം അതിൻ്റെ കാരണം വിശദീകരിച്ചത്, ഞാൻ ജാഹിലിയ കാലത്ത് ജ്യോത്സ്യപ്പണി ചെയ്തിരുന്നു. യഥാർത്ഥ ജ്യോത്സ്യനൊന്നല്ല, ഞാൻ വ്യാജ ജ്യോത്സ്യനായിരുന്നു. ജ്യോത്സ്യം തന്നെ വ്യാജമാണ്, പക്ഷേ ജ്യോത്സ്യരിൽ വ്യാജനായിരുന്നു ഞാൻ. അപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഞാൻ പറ്റിച്ചൊക്കെ കുറച്ച് ജ്യോത്സ്യമൊക്കെ അവർക്ക് ചെയ്തു കൊടുത്ത് അവരുടെ നല്ല സമയവും ചീത്ത സമയമൊക്കെ ഗണിച്ചും പറഞ്ഞൊക്കെ കൊടുക്കുമായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ ചിലർക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുത്തതിൽ ഒരു മനുഷ്യൻ, അന്ന് അയാൾക്ക് എനിക്ക് കൂലി തരാൻ സാധിച്ചിരുന്നില്ല, അന്ന് ഞാൻ കടമായിട്ടാണ് ആ വ്യാജ ജ്യോത്സ്യമൊക്കെ ചെയ്തത്. അപ്പോൾ ഇന്നലെ അയാൾ എനിക്ക് ആ പൈസ കൊണ്ടുവന്ന് തന്നു, അതിൻ്റെ തിരിച്ചടവ് നടത്തി. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ പൈസ കൊണ്ടാണ്, അതല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടിയ ആ മൂല്യം കൊണ്ടാണ് ഞാൻ ഈ ഭക്ഷണം വാങ്ങിയത് എന്ന് അദ്ദേഹം പറയുന്ന മാത്രയിൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തൻ്റെ വിരലുകൾ തൊണ്ടക്കുഴിയിലേക്ക് വെച്ച് അത് ഛർദ്ദിച്ചു എന്നാണ് ചരിത്രത്തിൽ കാണുന്നത്. വേണമെങ്കിൽ ഇസ്ലാമികമായി ആലോചിച്ചാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് തെറ്റൊന്നും ചെയ്തിട്ടില്ല. കാരണം ഉള്ളിലേക്ക് പോയൊരു ഭക്ഷണത്തെ സംബന്ധിച്ച് ഇസ്ലാമിൽ വേറെ ഹുക്കുമൊക്കെ ഉണ്ട്. നമ്മൾ അറിയാതെ എങ്ങനെയെങ്കിലും ഒരു ഭക്ഷണം കഴിച്ചു എന്നുള്ളതിൻ്റെ കാര്യത്തിൽ നമ്മൾ നേരിട്ട് കുറ്റക്കാരാകുന്നില്ല. പക്ഷെ സലഫുസ്വാലിഹുകളുടെ സൂക്ഷ്മത എത്രത്തോളം ഉണ്ടായിരുന്നുവെന്ന് വെച്ചാൽ, മാ നബത്ത മിൻ സുഹത്തിൻ മാ മിൻ ലഹ്മിൻ നബത്ത മിൻ സുഹത്തിൻ ഫന്നാറു ഔലാ ലഹു. സ്വന്തം മാംസപിണ്ഡത്തിൽ അതല്ലെങ്കിൽ സ്വന്തം രക്തത്തിൽ, മജ്ജയിൽ ഒരു തരി പോലും ഹറാം അത് കലർന്നുവെങ്കിൽ ഫന്നാറു ഔലാ ലഹു, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് തീയോട്, നാളെ നരകത്തീയോട് അടുത്തതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഓർക്കുകയാണ്. മാത്രമല്ല സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ എൻ്റെ വായിലേക്ക് ഒരു ഉരുള ഉയർത്തുമ്പോൾ ഇതെവിടെ നിന്നാണിത് വന്നത് എന്നറിയാതെ, ഞാൻ എവിടെ നിന്നാണത് എടുത്തത് എന്നറിയാതെ, എവിടെ നിന്നാണത് വന്നതെന്നും എവിടെ നിന്നാണത് പുറപ്പെട്ടതെന്നും അറിയാതെ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല. ഇത് സലഫുസ്വാലികളുടെ മാതൃകയാണ്. നമ്മൾ മുഹാജിറുകളുടെയും അൻസാറുകളുടെയും ചരിത്രം പഠിച്ചിട്ടുണ്ട്. മുഹാജിറുകളും അൻസാറുകളും തമ്മിൽ പരസ്പരം വീതം വെച്ചിരുന്നു എന്നാണ് ചരിത്രത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്. മുഹാജിറുകൾ അവിടെ വന്നപ്പോൾ അൻസാരികളിൽ പലർക്കും അവരുടെ സ്വത്തുകളൊക്കെ വിഭജിക്കപ്പെട്ടു കൊടുത്തിരുന്നു എന്നാണ്. പക്ഷെ ചില ആളുകൾക്കൊക്കെയും അങ്ങനെയും കിട്ടിയിരുന്നില്ല, ചില മുഹാജിറുകൾക്ക് അങ്ങനെയും കിട്ടിയിരുന്നില്ല. മക്കയിൽ ഉള്ള സ്വത്തും എല്ലാ പരിചയവും എല്ലാ ബന്ധങ്ങളും മക്കയിൽ ഉപേക്ഷിച്ച് ജീവിതത്തിൻ്റെ ഒന്നാം ചാപ്റ്റർ, ഒന്നാം അധ്യായം മദീനയിൽ വന്നിട്ട് തുടങ്ങേണ്ടി വന്ന ചില ആളുകളുണ്ട്. അവർ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഭാര്യമാർ പറയുമായിരുന്നു അത്രേ, സഹോദരിമാർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, ഭാര്യമാർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഭർത്താക്കന്മാർ എന്തുകൊണ്ടുവന്നാലും അത് നമ്മുടേതാണ് എന്ന്, അത് ഭർത്താവ് കൊണ്ടുവന്നാണല്ലോ എന്ന് ചിന്തിക്കാനൊന്നും പറ്റൂല. ആവശ്യത്തിൽ കവിഞ്ഞോ അതല്ലെങ്കിൽ പതിവിൽ കവിഞ്ഞോ അതല്ലെങ്കിൽ അസ്വാഭാവികമായോ സ്വത്ത് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് മക്കളുടേതാണെന്നുണ്ടെങ്കിൽ വാപ്പമാർ ചോദിക്കണം, ഭർത്താക്കന്മാരുടേതാണെങ്കിലും ഭാര്യമാർ ചോദിക്കണം. സ്വഹാബി വനിതകൾ ഒന്ന് വിശന്നൊട്ടിയ വയറുമായി എന്താണ് മക്കൾക്കും കൊടുക്കാനില്ല, അതുപോലെ തന്നെ തനിക്കും തിന്നാനില്ല, തൻ്റെ ഭർത്താവും പട്ടിണിയാണ്. അപ്പോൾ ഭർത്താവ് പുറത്തേക്ക് ഇറങ്ങും അത്രേ. ഭർത്താവായി സഹാബി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഭാര്യ ചോദിക്കും, നിങ്ങൾ എങ്ങോട്ടൊക്കെയാണ് പോകുന്നത്? അല്ല, എന്തെങ്കിലും ഭക്ഷണം കിട്ടുമോ എന്നന്വേഷിച്ച്, എന്തെങ്കിലും ഒരു ജോലി കിട്ടുമോ എന്നന്വേഷിച്ചിറങ്ങി വൈകുന്നേരം ആകുമ്പോഴേക്കും കൊണ്ടുവരാം.
അവർ പറയുമായിരുന്നുവെന്നാണ്, ഭാര്യമാർ പറയുമായിരുന്നുവെന്നാണ്, ഞങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ പട്ടിണി കിടന്നോളാം, പക്ഷേ ഞങ്ങളെ കൊണ്ട് തീ തീറ്റിപ്പിക്കരുത്, ഞങ്ങളെ കൊണ്ട് നരകത്തിലെ ചോറ് തീറ്റിപ്പിക്കരുത്, ഞങ്ങൾക്ക് വിശന്നിരുന്ന് അള്ളാഹുവിൻ്റെ മാർഗത്തിലിരിക്കാൻ ഞങ്ങൾക്ക് പറ്റും, പക്ഷേ നരകച്ചോറ് ഞങ്ങളെ തീറ്റിപ്പിക്കരുതെന്ന് പറയുന്ന സൂക്ഷ്മത, അതായത് നമ്മൾ പറയുന്നത് സിദ്ധാന്തം മാത്രമല്ല, ചരിത്രത്തിലെ പ്രയോഗങ്ങൾ കൂടിയാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചുറ്റും കൂടി ഒരു ജനത അൽ അംസൽ ഫൽ അംസൽ ഫൽ അംസൽ എന്ന് നമ്മൾ ചരിത്രത്തിൽ അവരെ കുറിച്ച് പറയുന്നത്. ഏറ്റവും ഉദാത്തർ, ഏറ്റവും ഉത്തമർ, മകുടോദാഹരണത്തിന് അർഹരായവർ എന്ന് റസൂല് പറഞ്ഞൊരു സിദ്ധാന്തം പ്രാക്ടിക്കലായിട്ടൊരു സമൂഹത്തിൽ അത് പുലർന്നിട്ടുണ്ട് എന്ന് നമുക്ക്, അത് ഏതോ കുറേ സിദ്ധാന്തങ്ങൾ മാത്രമല്ല, റസൂല് തന്നെയോ അത് ജീവിച്ച് കാണിച്ചു തന്നിട്ടുണ്ട്, സ്വഹാബിമാർ ആ ജീവിതം പകർന്നാടിയിട്ടുണ്ട് എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് സമ്പത്ത് ഹലാലിൽ പരിമിതപ്പെടുത്തുക. അങ്ങനെ ഹലാലിൽ പരിമിതപ്പെടുത്തിയാൽ ബുദ്ധിമുട്ടാണോ ചെയ്യുക? ചില ആളുകൾക്ക് അങ്ങനെ തോന്നും. ഇസ്ലാം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ ചെയ്തതെന്ന്. അങ്ങനെയൊന്നല്ല. അതിൻ്റെ നിയമങ്ങളിലേക്ക് വരുമ്പോൾ നമുക്കത് കാണാൻ സാധിക്കും. ഹറാമിലേക്ക് ഹലാലിലേക്ക് അത് പരിമിതപ്പെടുത്തുന്നത് കൊണ്ടുള്ള ഗുണം എന്താണ്? അത് ദുനിയാവുമായി ബന്ധപ്പെട്ട് തന്നെയും നിങ്ങൾക്ക് സ്വസ്ഥത തരുമെന്നത്. ദുനിയാവിൽ തന്നെ സ്വസ്ഥത തരും, ആഖിറത്തിൽ മാത്രമല്ല, ദുനിയാവിൽ തന്നെ സ്വസ്ഥത തരും. അബൂ ഉമാമത്തുൽ ബാഹിലി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജിബ്രീൽ എൻ്റെ ഹൃദയത്തിൽ വന്ന് ഇങ്ങനെ ഒരു മന്ത്രണം ഇട്ട് തന്നു. റൂഹുൽ ഖുദുസ് ജിബ്രീൽ അലൈഹിസ്സലാമയുടെ മറ്റൊരു പേരാണ്. റൂഹുൽ ഖുദുസ് ജിബ്രീൽ വന്ന് എന്നോട് പറഞ്ഞിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞെന്താണെന്നറിയോ? തനിക്ക് നിശ്ചയിക്കപ്പെട്ട ഒരു റിസ്ക് ഉണ്ടാവുമല്ലോ ദുനിയാവിലെ എല്ലാ മനുഷ്യർക്കും, അത് തിന്നാതെ ഒരാൾ മരിച്ചു പോവില്ല. അള്ളാഹു ഈ ലോകത്ത് നിശ്ചയിച്ച പണിയെടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, കിടന്നുറങ്ങുന്ന ഒരാളെ സംബന്ധിച്ചല്ല അത്. നമ്മൾ അത്യധ്വാനം ചെയ്യുന്നു, പണിയെടുക്കുന്നു, മുന്നോട്ട് പോകുന്നു. അയാളെ സംബന്ധിച്ചിടത്തോളം തനിക്ക് കിട്ടേണ്ടുന്ന ആ റിസ്ക്, അതാ നെന്മണിയിന്മേൽ അരിമണിയിന്മേൽ അയാളുടെ പേരെഴുതിയിട്ടുണ്ടെങ്കിൽ അത് തിന്നാതെ അയാൾ മരണപ്പെടുന്ന, തേടിപ്പിടിക്കാതെ മരിക്കുകയില്ല. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. ഇത്തഖുല്ലാഹ്, നിങ്ങൾ അതുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിക്കുക. അതുകൊണ്ട് ഉപജീവനം അനുഷ്ഠിക്കുന്നത് ഹലാലായ മാന്യമായ മാർഗത്തിൽ മാത്രമാവുക. നിങ്ങളിൽ ആരും അനുസരണക്കേടിൻ്റെ, ഫുസൂക്കിൻ്റെ മാർഗത്തിൽ, ഫുജൂറിൻ്റെ മാർഗത്തിൽ, അധർമ്മമായി, അതല്ലെങ്കിൽ അസത്യമായി, അന്യായമായി നിങ്ങൾ സമ്പത്ത് വെട്ടിപ്പിടിക്കാതിരിക്കുക. തീർച്ചയായും അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് അവനെ അനുസരിക്കുന്നതിലൂടെ അല്ലാതെ നേടാനാകില്ല. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം. അള്ളാഹിൻ്റെ അടുക്കലുള്ള ഒരു സംഗതി, അള്ളാഹുവാണല്ലോ ഈ ഭൂമിയിൽ. ഇപ്പോൾ ഇനി അംബാനിക്കായാലും, ഇപ്പോൾ ഈ കഴിഞ്ഞൊരു 4-5 മാസമായിട്ടിപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംഭവം ഇപ്പോൾ അതിൻ്റെ ഒരു വിവാഹമാണ്. ഏത് സമ്പത്തും, ഈ ലോകത്തെ ഏറ്റവും വലിയ സമ്പത്തും, ഏത് സമ്പത്ത് അള്ള കൊടുത്തതാണ്. ഈ അള്ള കൊടുത്തതാണ് ഇത് എന്ന് ഏതൊരാളുടെ കയ്യിലിരിക്കുന്ന സമ്പത്തിനെ കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടായാൽ, അള്ളാഹിൻ്റെ പൊരുത്തത്തിലൂടെ അല്ലാതെ ഒരു പൈസ ഞാൻ നേടിയെടുത്തിട്ട് കാര്യമില്ല എന്നയാൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്നക ലൻ തദഅ ശൈഅൻ ലില്ലാഹി സുബ്ഹാനഹു വ തആല ഇല്ലാ ബദ്ദലല്ലാഹു ബിഹി മാ ഹുവ ഖൈറുൽ ലക മിൻ. ഇന്നക ലൻ തദഅ ശൈഅൻ, അള്ളാനെ ഓർത്തിട്ട് നീ ഒരു സംഗതി വെടിഞ്ഞാൽ, അള്ള പറഞ്ഞു അതുകൊണ്ട് എനിക്ക് വേണ്ട എന്ന് നീ തീരുമാനിച്ചാൽ, അള്ളാഹ്ക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ബദ്ദലകല്ലാഹ്, അതുകൊണ്ട് അള്ളാഹു നിനക്ക് പകരം തരികയല്ലാതെ അതിനേക്കാൾ മികച്ചത പകരം തരിക. അത് ദുനിയാവിൽ തന്നെ ഇങ്ങനെ ഉള്ളവരുണ്ട്. അല്ലാത്ത ഒന്ന് നിന്റെ മൂലധനം തന്നെ നീ തുടങ്ങുന്നത്, മനുഷ്യന്മാരിൽ പലർക്കും അങ്ങനെയാണ്. മൂലധനത്തിൽ നിന്ന് തന്നെ ഈ ഹറാമ് തുടങ്ങിയ പിന്നെ വല്ലാത്ത പ്രശ്നം. ഇടയിൽ വെച്ചൊരു തൗബ ചെയ്യാൻ തന്നെ വല്ലാത്തൊരു, ഈ അനന്തരാവകാശമൊക്കെ നമ്മൾ എടുത്ത് വിഭജിക്കുന്ന സുഹൃത്തുക്കളും വീട്ടുകാരൊക്കെ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു തരി മറ്റുള്ളവനെ തട്ടിച്ചും മറ്റുള്ളവനെ വെറുപ്പിച്ചും അന്യായമായി പെങ്ങളെ പറ്റിച്ചും ഒക്കെ ഒരു സാധനം കയ്യിലുണ്ടെങ്കിലുണ്ടല്ലോ, ഇത് പിന്നെ നമ്മുടെ മക്കളും ഇവരൊക്കെ നമ്മൾ വിചാരിച്ച വഴിയിലൂടെ വരൂല. നമ്മൾ വിചാരിച്ച വഴിയിലൂടെ വന്നില്ലെങ്കിൽ അത് പോട്ടെ, ചിലപ്പോൾ നമ്മൾ അവരെക്കുറിച്ച് വിചാരിക്കുന്നത് ഇപ്പോൾ അവർ പോണ വഴി തന്നെയാണ് നല്ലതെന്നായിരിക്കും. പടച്ചോൻ വിചാരിച്ച വഴിയിൽ അവർ പോകില്ല. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് സംശയം വേണ്ട. കാരണം അതിൽ ഹറാം കലർന്നിരിക്കുന്നു. മയ്യത്ത് നമസ്കരിക്കുമ്പോൾ വിളിച്ചു പറയും, വാപ്പാക്ക് എന്തെങ്കിലും കൊടുക്കാനുണ്ട്, വാപ്പ എന്തെങ്കിലും തരാനുണ്ടെന്നുണ്ടെങ്കിൽ ഇതേ ഞാൻ ഇസ്മായിൽ ഏറ്റെടുത്തിട്ടുണ്ട് മൂത്തമോൻ. അത് വിളിച്ചു പറയുന്നത് കുറച്ച് പൈസേനെ കുറിച്ചാണ്.
യഥാർത്ഥത്തിൽ സ്വത്തിൽ തന്നെ കലർന്നിരിക്കുന്ന ഹറാമുണ്ട്. അത് നാട്ടുകാർക്ക് അറിയൂല. അത് അറിയുന്നത് ഈ വാപ്പാക്കും. ഈ വാപ്പ തട്ടിച്ചാണോ മോട്ടിച്ചാണോ അതിരുമാടിയിട്ടാണോ അതല്ലെങ്കിൽ അപ്പുറത്തുനിന്ന് എതമാന്തിയിട്ടാണോ എന്നുള്ളതൊക്കെ ശരിക്കും ഒന്നിരുന്നാൽ ഈ മക്കൾക്ക് അറിയും. വാപ്പാടെ ആ കുറ്റങ്ങൾ പോലും നാളെ കബറിൽ കിടക്കണ വാപ്പാക്ക് ഇങ്ങനെ തെറ്റുകുറ്റങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. വാപ്പാനോട് സ്നേഹമുള്ള മക്കളുണ്ടെന്നുണ്ടെങ്കിൽ വാപ്പ ശാഠ്യക്കാരനായിരുന്നു, വാപ്പ അതൊന്നും ചെയ്തിരുന്നില്ല. മക്കളായ ഞങ്ങളിത് ചെയ്യും, ഇത് ചെയ്യാനുള്ളൊരു മനസ്ഥിതി വേണം. ഈ അടുത്ത് ഒരു സുഹൃത്ത് അവരുടെ വെല്ലിപ്പാക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് ഒന്നൊരു മസല ചോദിച്ചിരുന്നു. ഞങ്ങളുടെ വെല്ലിപ്പ അവരുടെ പെങ്ങൾക്ക് കൊടുക്കാതെ എല്ലാ സ്വത്തും കയ്യിലാക്കി. ഞങ്ങൾ എന്ത് ചെയ്യണേ? വെല്ലിപ്പാടെ മക്കളിലേക്കായിട്ട് കുറേ സ്വത്തൊക്കെ പോയിട്ടുണ്ട്. അപ്പം അങ്ങനെ ആലോചിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അതങ്ങനെ ആലോചിക്കണ്ട എന്നൊരു കൂട്ടർ അങ്ങനെ കരുതിയിട്ട് മാറി നിന്ന് ഇതിലെവിടെയോ മനുഷ്യരുടെ അവകാശങ്ങൾ തടയപ്പെട്ടതുമായി ബന്ധപ്പെട്ടാണ് ഇസ്ലാമിലെ ഹലാലും ഹറാമും യഥാർത്ഥത്തിൽ വിധിക്കപ്പെടുന്നത്. ഏതോ ഒരു മനുഷ്യൻ ഹനിക്കപ്പെട്ടിട്ടുണ്ട്, ഏതോ ഒരു മനുഷ്യൻ പറ്റിക്കപ്പെട്ടിട്ടുണ്ട്, ഏതോ ഒരു മനുഷ്യൻ്റെ അന്യായമായ മുതൽ നിങ്ങളിൽ വന്നിട്ടുണ്ട്. ഇത് ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. മറ്റൊന്ന്, ഇത് കഴിഞ്ഞ ഖുതുബയിൽ തന്നെ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കേണ്ട ഒരു ഭാഗമേ. മറ്റൊന്ന്, ചെലവഴിക്കുന്നിടത്തുള്ള സംസ്കാരം. ഇത് സാധാരണ ഖുതുബയിൽ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, പക്ഷേ ഇതിൻ്റെ ഭാഗമായി ഇതിൽ നിന്ന് വിട്ടു നിൽക്കേണ്ട ഒരു വിഷയവുമല്ല. അതിലൊന്ന് പിശുക്കും ധൂർത്തുമായി ബന്ധപ്പെട്ടൊരു കൺസെപ്റ്റാണ്. എന്താണ് പിശുക്ക്, എന്താണ് ധൂർത്ത്? അപ്പോൾ ഈ പിശുക്കും വല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫു വലം യഖ്തുറു വകാന ബൈന ദാലിക ഖവാമ. അള്ളാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമകളെക്കുറിച്ച് സൂറത്തുൽ ഫുർഖാനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞപ്പോൾ പറയാണ്, ലം യുസ്രിഫു, അവർ ധൂർത്തന്മാരല്ല, വലം യഖ്തുറു, അവർ പിശുക്കരുമല്ല. അപ്പം ഇസ്ലാമിൻ്റെ നിലപാട് സന്തുലിതത്വമാണ്, ഇതിനിടയിൽ നിൽക്കുന്നതാണ്. വകാന ബൈന ദാലിക ഖവാമ, അതിനിടയിലുള്ള ഒരു സ്റ്റാൻഡുള്ളവരായിരിക്കും വിശ്വാസികൾ. ഒന്ന് ആലോചിച്ച് നോക്കൂ. അള്ളാഹ് പറയണേ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾ ഇങ്ങനെയായിരിക്കും. ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒന്നുകിൽ പിശുക്കാണ്, അല്ലെങ്കിൽ ഈ പിശുക്കുണ്ട് എന്ന് നമ്മൾ പറയുന്ന ആളുകൾ തന്നെ ചെയ്യുന്ന ധൂർത്തുകളാണ്. അപ്പോൾ പിശുക്കും ധൂർത്തും എന്താണ്? പണ്ഡിതന്മാർ പിശുക്കിനെയും ധൂർത്തിനെയും വിശദീകരിക്കുന്നത്, അതായത് നിങ്ങൾക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ നിങ്ങൾ എടുത്തണിയുന്നതോ, നിങ്ങളൊരു വണ്ടി ഓടിക്കുന്നതോ, അതല്ലെങ്കിൽ നിങ്ങളൊരു വീട് വെക്കുന്നതോ, ഇതൊക്കെയാണ് ധൂർത്ത് എന്നുള്ളതല്ല. പക്ഷെ ധൂർത്ത് എന്താണ്? ഈ ധൂർത്തിനെ കുറിച്ച് വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ 4-5 പോയിന്റുകൾ പറയുന്നു. അതിലൊന്ന്, ജീവിക്കാനും ജീവിതം സുഗമമായി മുന്നോട്ട് പോകാനും ആവശ്യമായ തൻ്റെ ജീവിത നിലവാരം, അതിനൊരു പൈസ, അതിന് വേണ്ട തുകയെക്കുറിച്ചൊരു ധാരണയുണ്ടാവണം ഒരാൾക്ക്. ഏറ്റവും ചുരുങ്ങിയത് എൻ്റെ ഒരു മാസത്തെ ചെലവ് എവിടെ നിൽക്കണം എന്നുള്ളതിനെക്കുറിച്ച്. കാരണം ഒരാളുടെ കയ്യിലുള്ള സ്വത്ത് ഈ ഭൂമിക്ക് മൊത്തമായി അള്ളാഹു ഇറക്കിയ സ്വത്താണ്. ഈ സ്വത്ത് മനുഷ്യരിൽ ചിലർക്ക് വരുന്നു. ഇസ്ലാം പറയുന്നില്ല ഈ കമ്മ്യൂണിസവും സോഷ്യലിസവും പോലെ മുതലാളിമാരും അതുപോലെ തന്നെ പണിയെടുത്തുണ്ടാക്കുന്ന പൈസയൊക്കെ മുഴുവൻ ഗവൺമെൻറ്റിൻ്റെ ആണെന്നൊന്നും പറയുന്നില്ല. അതിനൊരു നിശ്ചിത ടാക്സ്, നിശ്ചിത സക്കാത്ത്, നിശ്ചിത ലരീബത്ത് അതിനുണ്ടാകും. ഇത് കഴിഞ്ഞ ആ പൈസ അയാളുടെ കയ്യിൽ തന്നെയാണുള്ളത്. ബാക്കി 97.5 അയാളുടെ കയ്യിലാണുള്ളത്. ചിലർ സക്കാത്ത് കൊടുക്കാതെ 100 അവരുടെ കയ്യിലാണ് ഉള്ളത്. ഈ പൈസ മുഴുവൻ എൻ്റേതാണ്, എൻ്റെ ജീവിതത്തിൽ എനിക്ക് പൂർണ്ണമായി തന്നെ ചെലവഴിച്ച് അങ്ങോട്ട് തിമിർക്കാനുള്ളതാണ് എന്നൊരാൾ കരുതിയാൽ മനുഷ്യ ജീവിതത്തിൽ തന്നെ ചില താളപ്പിഴകൾ സംഭവിക്കും. മനുഷ്യർക്ക് തന്നെ അത് അസ്വസ്ഥതയുണ്ടാക്കും, കുടുംബത്തിൽ തന്നെ അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. നിങ്ങളുടെ അയൽപ്പക്കങ്ങൾ, നിങ്ങളുടെ നാട്ടുകാർ, അതിനെക്കുറിച്ച് പറയുന്നിടത്ത് പ്രത്യേകമായി പറയുന്നത് നാടും നാട്ടുകാരും ഏത് സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളത് കൂടി പരിഗണിക്കണമെന്നാണ്. അപ്പോൾ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ തിന്നരുതെന്ന് പറയുന്നത് ഈ സാഹചര്യമാണ്. നിങ്ങൾക്ക് വയറു നിറച്ചുണ്ണാം, പ്രശ്നമൊന്നുമില്ല. പക്ഷെ അപ്പുറത്ത് അയൽവാസി പട്ടിണി കിടക്കുകയാണെന്നുള്ളൊരു അറിവ്, അയൽവാസി എന്ന് പറഞ്ഞാൽ തൊട്ടപ്പുറത്തുള്ള ഒരാൾ എന്നുള്ളത് മാത്രമല്ല, നിങ്ങളുടെ നാടിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അവസ്ഥയാണ്. നിങ്ങൾക്ക് നാടിനെക്കുറിച്ച് അറിയുന്ന ആ നാടിൻ്റെ അവസ്ഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ ധാരണയാണ്. ഈ ധാരണയോടൊപ്പമായിരിക്കണം നിങ്ങളുടെ പ്രദർശനങ്ങൾ നടത്തേണ്ടത്. അതിൻ്റെ ഒരു നിലവാരമുണ്ട്. ഇത് ടൗണുകൾക്കനുസരിച്ച് നാടുകൾക്കനുസരിച്ച് മാറും കേട്ടോ. അമേരിക്കയിൽ ചെലവഴിക്കേണ്ടതും ടോക്കിയോയിൽ ചെലവഴിക്കേണ്ടതും ദുബൈയിൽ ചെലവഴിക്കേണ്ടതും പെരിന്തൽമണ്ണയിൽ ചെലവഴിക്കേണ്ടതും ഇനി മാനത്തുമംഗലത്ത് ചെലവഴിക്കേണ്ടതും ശാന്തപുരത്ത് ചെലവഴിക്കേണ്ടതും ഒക്കെ തമ്മിൽ വ്യത്യാസമുണ്ട്. അതൊക്കെ ഓരോ സ്ഥലത്തിനനുസരിച്ച് കൂടി മാറും. എന്താണ് ആ നാടുമായി, അത് പ്രദർശനപരതയുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ടാണ് വലാ തുബദ്ദിർ തബ്ദീറാ,
വിശുദ്ധ ഖുർആൻ പറഞ്ഞു വലാ തുബദ്ദിർ തബ്ദീറ. പിശുക്കിനെ കുറിച്ച് പറഞ്ഞു നിങ്ങൾ തുബദ്ദിർ തബ്ദീറ. ബുദൂർ എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ വിത്ത് എന്നാണ്. വിത്ത് വിതയ്ക്കുന്നത് പോലെ എന്ത് ചെയ്യരുത്, സമ്പത്ത് അങ്ങോട്ട് ചെലവഴിക്കുന്നത്. അങ്ങോട്ട് പൊട്ടിക്കാന്ന് പറയില്ല നമ്മൾ, പൊട്ടിക്കരുത്, പൊട്ടിക്കാൻ നിൽക്കരുത് ഇങ്ങനെ. കാരണം ഒരു പൈസയും നിങ്ങൾ ഹലാലായാണ് സമ്പാദിക്കുന്നതെങ്കിൽ ഒരു പൈസയും നിങ്ങൾക്ക് അധ്വാനമില്ലാതെ കിട്ടുന്നില്ല. ഹലാലായിട്ടാണ് ഒരാൾ സമ്പാദിക്കുന്നതെങ്കിൽ അതിലൊരു അധ്വാനത്തിൻ്റെ മൂല്യമുണ്ട്. അവിടെ നടന്ന ഒരു സേവനത്തിൻ്റെയോ അതല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിൻ്റെയോ പിന്നിലുള്ള ഒരുപാട് സേവന വിനിമയങ്ങളുടെ മൂല്യമാണ് ഏറ്റവും അവസാനം നിങ്ങൾക്ക് അറ്റാദായം എന്നുള്ള പേരിൽ കിട്ടുന്ന ഈ നെറ്റ് പ്രോഫിറ്റ്. അതാണല്ലോ പ്രോഫിറ്റ്. ഈ സാധനമാണല്ലോ നിങ്ങളുടെ വരുമാനം. ഈ വരുമാനം നിങ്ങൾക്ക് തോന്നിയതുപോലെ നിങ്ങൾ ചെലവഴിക്കാൻ, നിങ്ങൾക്ക് ഹലാലായിട്ടാണ് നിങ്ങൾ സമ്പാദിക്കുന്നതെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. ഹറാമായിട്ടാണ് കയ്യിലുണ്ടാക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അതേപോലെ തന്നെ ചെലവഴിക്കാൻ തോന്നുകയും ചെയ്യും. അപ്പോൾ ഇത് അതുമായി ബന്ധപ്പെട്ട ഒരു ഷർത്തായി പഠിപ്പിക്കുകയാണ്. മറ്റൊന്ന്, ചെലവഴിക്കുമ്പോൾ സന്തുലിതത്വം പുലർത്തുന്നത് പോലെ മുൻഗണനാക്രമവും കണിശമായി പാലിക്കുക. ഞാനിപ്പോൾ എൻ്റെ അത്യാവശ്യത്തിനാണോ, എൻ്റെ ആവശ്യത്തിനാണോ, എൻ്റെ കംഫർട്ടിനാണോ, എൻ്റെ ലക്ഷറിക്ക് വേണ്ടിയിട്ടാണോ ഈ പൈസ ചെലവഴിക്കുന്നത്? അങ്ങനെയൊക്കെ ഉണ്ട്. പുതിയ കാലത്തെ സാമ്പത്തിക മാനേജ്മെൻറ്റ് നിയമങ്ങൾ നമ്മൾ മുസ്ലിങ്ങളൊക്കെ അത് പഠിക്കേണ്ട ഒരു കാര്യമാണ്. വിശ്വാസികളും പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് വിശ്വാസിക്ക് മാത്രമുള്ളൊരു കാര്യമല്ല. സമ്പത്ത് മാനേജ് ചെയ്യുക എന്നുള്ളത് മനുഷ്യരുടെ കാര്യമാണ്. അതുകൊണ്ട് എങ്ങനെയാണ് സമ്പത്തിൽ എൻ്റെ അർജൻറ്റായ കാര്യം എന്താണ്, എൻ്റെ ഇമ്പോർട്ടൻ്റായ കാര്യം എന്താണ്, ഇപ്പോൾ ഞാൻ ഈ പർച്ചേസ് നടത്തേണ്ടതുണ്ടോ നടത്തേണ്ടതില്ലേ എന്നൊക്കെ കയ്യിൽ പൈസയുണ്ട് എന്നുള്ളത് ഒരു കാര്യം നിങ്ങൾക്ക് എറിഞ്ഞു തുലക്കാൻ ന്യായമല്ല എന്ന് ഇസ്ലാം പഠിപ്പിക്കുകയാണ്. മറ്റൊന്ന്, അഹിതമായ കാര്യങ്ങൾക്ക് വേണ്ടി ധനവ്യയം ചെയ്യുക. അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു പൈസ ചെലവഴിച്ചാലും അത് ധൂർത്താം. ആവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കൂടുതൽ ചെലവഴിക്കുന്നത് ധൂർത്താണ് എന്നുള്ളത് പോലെ അനാവശ്യമായ കാര്യത്തിന് വേണ്ടിയിട്ട് ചിലർ ബീഡി വലിക്കും. അപ്പോൾ ബീഡി വലിക്കുക എന്നൊക്കെ പറഞ്ഞാൽ പണ്ടത്തെ നമ്മുടെ നാട്ടിൽ എല്ലാവരും ബീഡി വലിച്ചിരുന്നു എന്നുള്ളതാണ് ഇന്നും ബീഡി വലിക്കുന്ന ആളുകളുടെയൊക്കെ തെളിവ്. അപ്പോൾ ഈ സിഗരറ്റ് വലിക്കുക, അപ്പോൾ ഈ സിഗരറ്റ് വലിക്കുക എന്നുള്ളതിൻ്റെ ഇപ്പുറത്ത് അതിൻ്റെ പുറത്തിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും, എന്താണ്, സ്മോക്കിംഗ് കോസസ് ക്യാൻസർ, ഇത് പുകവലി അർബുദത്തിന് കാരണമാകുന്നു എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. ഇതിങ്ങനെ എഴുതി വെച്ചേക്കുന്നത് സർക്കാർ ഇങ്ങനെ എഴുതി വെക്കും, അത് വെക്കും ഇപ്പുറത്ത്. അത് ഈ സർക്കാരുകളുടെ നിലവിലുള്ള ഈ അവസ്ഥകൾ മൊത്തത്തിൽ അതാണ്. ഇത് മദ്യമാകട്ടെ, അതുപോലെ തന്നെ ഇപ്പറഞ്ഞ സിഗരറ്റ് ആകട്ടെ, ബീഡിയാകട്ടെ, സാധനം. അപ്പോൾ ഒരാൾ അയാളുടെ ശരീരത്തെ അറിഞ്ഞ് ബുദ്ധിമുട്ടിക്കുകയാണ്. അയാൾക്കൊരു ഗുണം നേരിട്ട് അതിനില്ല എന്നല്ല, അതിൻ്റെ എത്രയോ ഇരട്ടി ദൂഷ്യമാണ്. അയാൾ കരുതുന്നത് ഞാനൊരു 15 രൂപയുടെ ബീഡി അതല്ലെങ്കിൽ ഒരു 100 രൂപയുടെ സിഗരറ്റ് ഇതല്ലേ ഞാൻ വലിക്കുന്നുള്ളൂ എന്ന് കരുതിയാൽ ആ 100 രൂപയുടെ തുകയല്ല, മറിച്ച് അനാവശ്യമായി നിങ്ങൾ 1 രൂപയുടെ അതല്ലെങ്കിൽ 10 രൂപയുടെ ഒരു ബീഡിക്കെട്ടാണ് വലിക്കുന്നതെങ്കിലും ഇസ്ലാമികമായി അത് ധൂർത്തായിട്ടാണ് മനസ്സിലാക്കപ്പെടുന്നത്. മറ്റൊന്ന്, നിങ്ങൾ നല്ല കാര്യങ്ങൾ തന്നെ ചെയ്യുന്നു. പള്ളിക്ക് പിരിവ് കൊടുക്കുന്നു, മസ്ജിദിന് പിരിവ് കൊടുക്കുന്നു, നാട്ടുകാർക്ക് പിരിവ് കൊടുക്കുന്നു. പക്ഷെ ഇതൊക്കെ പ്രകടനാത്മകതയ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്യണേ. നാട്ടുകാർ ഇങ്ങനെ പറയണം നമ്മുടെ മറ്റേ സാഹിബ് പൈസ തന്നു. ഇതും ധൂർത്തം. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെലവഴിക്കുന്ന, എന്നാൽ പ്രകടനാത്മകമായി അതിൻ്റെ ഉദ്ദേശം അള്ളാഹിൻ്റെ മാത്രം വജ്ഹല്ല, നിങ്ങൾക്ക് നാട്ടുകാരുടെ ഒരു ക്ലാപ്പ് കൂടി അതല്ലെങ്കിൽ തലക്കെട്ടുകൾ കൂടി പുകഴ്ത്തലുകൾ കൂടി വാഴ്ത്തുപാട്ടലുകൾ കൂടി നിങ്ങൾക്ക് ഉദ്ദേശമുണ്ടെങ്കിൽ അതും ധൂർത്താണ്. മറ്റൊന്ന് ലുബ്ദാണ്, ഖത്തർ എന്ന് പറഞ്ഞാൽ, അതല്ലെങ്കിൽ ബുഹൽ, ഷുഹ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്ന ലുബ്ദ് എന്താണ്? ആ ലുബ്ദിനെ കുറിച്ച് പറയുന്നത് തൻ്റെ ന്യായമായ ആവശ്യങ്ങൾക്ക് പോലും, കുട്ടികളുടെ ആവശ്യത്തിന് പോലും, കുടുംബത്തിൻ്റെ ആവശ്യത്തിന് പോലും ഒരാൾ പണിക്ക് പോകാതിരിക്കുന്നതിനെ കുറിച്ചും പിശുക്കുന്ന പറഞ്ഞു. എനിക്ക് പണിക്ക് പോകാൻ പറ്റൂല. മക്കളുടെ ഒരാൾ കുടുംബജീവിതം നയിക്കുന്നുണ്ടെങ്കിൽ അയാളൊരു ജോലിക്ക് പോകണം. ആ ജോലിയിൽ നിന്ന് മക്കളുടെയും അതുപോലെ തന്നെ സ്വന്തം കുടുംബത്തിൻ്റെയും കാര്യങ്ങൾ ന്യായമായ അവരുടെ അത്യാവശ്യങ്ങളെങ്കിലും ചെലവഴിക്കും. അവരുടെ ആവശ്യങ്ങൾ നിവർത്തിക്കണം, അവരുടെ ആഗ്രഹങ്ങൾ പൂർത്തി. ഈ പണിയിൽ ഒരാൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കണം. അത് സമ്പന്നനെന്നോ ദരിദ്രനെന്നോ ഒന്നും വ്യത്യാസമില്ല. ഒരാൾ ആ പണിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക. അല്ലാത്ത പക്ഷം അയാൾ നടത്തുന്നത് മാനസികമായൊരു പിശുക്കാണ്. എൻ്റെ അടുത്ത് ഒന്നുമില്ല, കൊടുക്കാനൊന്നുമില്ല, മക്കൾ വേണമെങ്കിൽ പഠിച്ചോട്ടെ, അങ്ങനെയൊന്നുമല്ല. ഏതൊരാൾക്കും അയാളുടെ മാനസികമായ വിശാല ആ ലുബ്ധിൽ നിന്ന് അയാൾ രക്ഷപ്പെടുക എന്നുള്ളതാണ്. മറ്റൊന്ന്, നല്ലതും ഉത്കൃഷ്ടവുമായ കാര്യങ്ങൾക്കായി ഒന്നും ചെലവഴിക്കാതിരിക്കുക. നേരത്തെ പറഞ്ഞ ആൾക്ക് ഓപ്പോസിറ്റ്. എന്തെങ്കിലും നല്ലതിന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് എനിക്ക് പോകുന്നു,
എൻ്റെ മക്കൾക്ക് പോകുന്നു, എൻ്റെ മക്കളുടെ അനന്തരാവകാശത്തിൽ നിന്ന് കുറയുന്നു എന്നൊക്കെ പറയുക. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അൽ വലദു മബ്ഖലത്തുൻ, മക്കൾ നിങ്ങളെ പിശുക്കരാക്കി കളയും. എൻ്റെ അനന്തരാവകാശികൾക്ക് പൈസ കുറഞ്ഞു പോകല്ലോ എന്ന് എഴുതിയിട്ട് ചിലർ പിശുക്കന്മാരാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കോൺസെപ്റ്റുകളാണ് നമ്മൾ വിശദീകരിച്ചത്. ഇൻഷാ അല്ലാഹ് ഇസ്ലാമികമായ സാമ്പത്തിക കാര്യങ്ങളിലെ കർമ്മശാസ്ത്ര തത്വങ്ങൾ, ഉസൂലുകൾ എന്ന് പറയുന്ന നമ്മുടെ പലിശയടക്കം കൂട്ടുകച്ചവടങ്ങളടക്കം ബിസിനസ് പാർട്ട്ണർഷിപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്കുള്ള വിശദാംശങ്ങൾ ഇൻഷാ അല്ലാഹ് വരുന്ന ഖുത്ബകളിൽ നമുക്ക് സൂചിപ്പിക്കാം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ, നമ്മുടെ വീഴ്ചകൾ നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഖത്തീബ് കൂടിയായിരുന്ന ഡോക്ടർ അബ്ദുസ്സലാം വാണിയമ്പലം, അദ്ദേഹത്തിൻ്റെ ഉമ്മ ഇന്നലെ രാത്രി അള്ളാഹുവിലേക്ക് യാത്രയായിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടെ നമ്മുടെ ഇവിടെ ഖുത്ബകൾക്കൊക്കെ വരാറുണ്ടായിരുന്ന മറ്റൊരു ഖത്തീബ് സലീം മമ്പാടിൻ്റെ മകൾ കഴിഞ്ഞ ആഴ്ചയാണ് അള്ളാഹുവിലേക്ക് യാത്രയായത്. 13 വയസ്സുള്ള ജന്മനാ തന്നെ അസുഖമുള്ളൊരു കുട്ടിയായിരുന്നു. വളരെ പ്രയാസത്തിൽ തന്നെയാണ് അവരൊക്കെ വളർത്തി വലുതാക്കിയത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. ആ കുട്ടി മുഖേന അള്ളാഹു അവർക്ക് ഏറ്റവും ഐശ്വര്യകരമായ പാരത്രിക ജീവിതം നൽകി പരലോക പ്രതിഫലം നൽകി അള്ളാഹു അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. വാഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹിൽ അഹദൽ ഫർദിസ് സമദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. اللهم صل وسلم وبارك على رسولك محمد وعلى ال محمد كما صليت وسلمت وباركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد. عباد الله وإماء الله، اوصيكم واياي ثانيا بتقوى الله. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم انصر إخواننا في أرض فلسطين. اللهم انصر المجاهدين في أرض فلسطين. اللهم انصر جيوش المسلمين وفك أسر المأسورين وقض الدين عن المديونين. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. وصلى الله تعالى على خير خلق محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام.